ഇപ്പൊ എന്റെ പണി എന്താന്ന് പറഞ്ഞാൽ രാവിലെ ഒരു ഷർട്ട് എടുത്ത് തേക്കുക, പാൻറ് എടുത്ത് തേക്കുക, ഒരു സിനിമയുടെ പൂജയ്ക്ക് പോവുക, ഉച്ചയ്ക്ക് വീട്ടിൽ പോയി ഒന്ന് കഴിക്കുക, വൈകുന്നേരം വേറെ സിനിമയുടെ പൂജയ്ക്ക് വരിക. കുഞ്ഞുനാൾ മുതല് സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളതിലുപരിയായിട്ട് സിനിമയിൽ നായകനാവണം എന്ന് സ്വപ്നം കണ്ട ആളാണ് ഞാൻ. ഒന്നിൽ അവസാനിക്കുമെന്ന് വിചാരിച്ചിരുന്ന ഞാൻ തന്നെ ഇത് ഇപ്പൊ എന്റെ 10ാമത്തെ സിനിമയാണ് നായകനാണ്. പട്ടിപ്പണി എടുക്കണം എന്ന് പറഞ്ഞ് നമുക്ക് കണ്ടിട്ടുള്ളത് സിനിമയില് സുഖസൗകര്യം ഒന്നായിരിക്കും, പക്ഷെ യഥാർത്ഥത്തിൽ പട്ടിപ്പണി എടുത്തിട്ടുള്ള ഉപേനിയെ ഞാൻ അവിടെ കാണുന്നു. നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. ഞാനിപ്പോ എന്തായാലും എന്റെ സ്വാഗത പ്രസംഗം ഞാൻ ഒറ്റ വാക്കിലെങ്കിൽ നിർത്തിക്കോട്ടെ, അല്ലെ? അതെല്ലാം നല്ലത്. കാര്യം എനിക്ക് രാഹുലിനെ കുറിച്ച് പറയണമായിരുന്നു, നീൽ സിനിമാസിനെ കുറിച്ച് പറയണമായിരുന്നു, അതുകൊണ്ടാട്ടോ. അപ്പം ഇവിടെ എത്തിയ എല്ലാ വിശിഷ്ടാതിഥികൾക്കും ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സിനിമ ഫയറായിട്ട് മനസ്സിൽ കൊണ്ടുവന്നിട്ടുള്ളവർക്ക് എത്ര കഷ്ടപ്പെട്ടാലും ഒരു ദിവസം ആ ഫയർ ഒരു തിരിനാളമായിട്ട് ഈ ക്യാമറയുമായിട്ടൊക്കെ ഓൺലൈനാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരുടെ ഒക്കെ മനസ്സിൽ ഒരു ഫിലിം മേക്കറോ ആക്ടറോ ആണെന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ആ ഒരു നിങ്ങളുടെ ഉദ്ദേശം സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ടൈറ്റിൽ ലോഞ്ച് നിർവഹിക്കാം. നമുക്ക് എൻ്റെതായ എഴുത്തുകളിലൂടെ മുന്നോട്ട് പോകണം എന്ന ആഗ്രഹത്തിലാണ് ശുക്രൻ എന്ന് പറഞ്ഞ ഈ സബ്ജക്റ്റ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. 4 ജോണറാണ് ഇത് കൈകാര്യം ചെയ്യുന്ന ഈ സബ്ജക്റ്റ്. ഓരോ അരമണിക്കൂറിലും ജോണർ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. 4 ജോണർ ചേഞ്ച് ചെയ്യുന്ന ഒരു കോമഡി ത്രില്ലറാണ് ഈ സബ്ജക്റ്റ് ശുക്രൻ. തീർച്ചയായിട്ടും ഈ അവസരത്തിൽ ഇത്രയും നല്ലൊരു അവസരം എനിക്ക് തന്ന ദൈവത്തിനോടും ഗുരുക്കന്മാരോടും കൂടാതെ എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ നിൽക്കുന്ന ഡയറക്ടേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, കൂടാതെ ആർട്ടിസ്റ്റുകൾ, അതായത് എൻ്റെ സുഹൃത്തുക്കൾ തന്നെ എല്ലാവരോടും ഒരിക്കലും കൂടി നന്ദി പറയുന്നു. ശുക്രൻ എന്ന ചിത്രം ശുക്രനായി തന്നെ തീരട്ടെ. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ടാതിഥികൾക്കും ഒപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മീഡിയാസ്, ബാക്കി എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള ആശംസകൾ അറിയിക്കുന്നു. ഈ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നവരും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാൻ പോകുന്ന ടെക്നീഷ്യൻസിനും എല്ലാവർക്കും എൻ്റെ ആശംസകളും ഹൃദയത്തിൻ്റെ ഭാഷയിൽ. ഇപ്പൊ എന്റെ പണി എന്താന്ന് പറഞ്ഞാൽ രാവിലെ ഒരു ഷർട്ട് എടുത്ത് തേക്കുക, പാൻറ് എടുത്ത് തേക്കുക, ഒരു സിനിമയുടെ പൂജയ്ക്ക് പോവുക, ഉച്ചയ്ക്ക് വീട്ടിൽ പോയി ഒന്ന് കഴിക്കുക, വൈകുന്നേരം വേറെ സിനിമയുടെ പൂജയ്ക്ക് വരിക. ആ സിനിമയിൽ അഭിനയിക്കാനൊന്നും കളിക്കുന്നില്ല, ഇങ്ങനെ പൂജയ്ക്ക് പോവുക, കാശ് കൊടുത്ത് കാറിന് പെട്രോൾ അടിച്ച് പൂജയ്ക്ക് പോവുക എന്നുള്ള പരിപാടി മാത്രമാണ് എൻ്റെ പരിപാടി. പക്ഷെ അതൊന്നും പ്രശ്നമല്ല. വളരെ അടുത്ത സുഹൃത്തുക്കളുടെ ഉബൈനെയൊക്കെ സിനിമ ചെയ്യുമ്പോൾ എന്നെ ഇല്ലാണ്ട് സിനിമ ചെയ്യില്ല എന്ന് പറഞ്ഞ ആളാണ് ഉബൈൻ. ഇല്ല, ഞാൻ പറഞ്ഞേക്ക് ഉബൈനെ ഇവിടെ ഇങ്ങനെ എന്താ പ്രസംഗിച്ചത്. ഉബൈനിക്ക് നിൽക്കകളിലില്ല. അപ്പോ ഉബൈന് നല്ല സംവിധായകനാകും, നല്ല സിനിമ ചെയ്യും എന്നെനിക്ക് ഉബൈനയുടെ ഉത്സാഹം കണ്ടപ്പോൾ പിന്നെ കൂടെ സിനിമ ചെയ്തപ്പോൾ മനസ്സിലായതാണ്. എന്തെങ്കിലും സിനിമയിൽ വരും, സിനിമയോടുള്ള പാഷനും കാര്യങ്ങളൊക്കെ മനസ്സിലായതാണ്. ഉബൈനയുടെ ഈ സിനിമയ്ക്കും ഉബൈനയുടെ കൂടെ നിൽക്കുന്ന നിർമ്മാതാക്കൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അതിന്റെ ടെക്നീഷ്യനും ഈ സിനിമയ്ക്കും ശുക്രൻ ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നടത്തുന്നു. പട്ടിപ്പണി എടുക്കണം എന്ന് പറഞ്ഞ് നമുക്ക് കണ്ടിട്ടുള്ളത് സിനിമയില് സുഖസൗകര്യം ഒന്നായിരിക്കും, പക്ഷെ യഥാർത്ഥത്തിൽ പട്ടിപ്പണി എടുത്തിട്ടുള്ള ഉപേനിയെ ഞാൻ അവിടെ കാണുന്നു. അതിനുശേഷം ഞാൻ കാണുന്നത് ചീലു അബ്രഹാം പ്രൊഡ്യൂസ് ചെയ്ത ബാഡ് ബോയ്സ്. അതിലെനിക്ക് വലിയ സ്പേസ് ആണ് തന്നത്. അതിലും ഉപേനി
ഒരു സിനിമ സംവിധാനം ചെയ്ത് കഴിഞ്ഞിട്ടും അവിടെ ഒരു ഡയറക്ടറിന്റെ കീഴിൽ അസോസിയേറ്റ് ആയിട്ട് അവിടെ ഒരു ഡയറക്ടറിന്റെ പവറും കാണിക്കാതെ അസോസിയേറ്റ് ആയിട്ട് എന്ന് വർക്ക് ചെയ്യുന്ന സത്യസന്ധനായ സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനെ, ഒരു കലാകാരനേക്കാൾ കൂടുതൽ ഒരു മനുഷ്യനെ, എല്ലാവരെയും ഒരേപോലെ നോക്കുന്ന ഒരു മനുഷ്യനെയാണ് ഞാൻ കണ്ടത്. എല്ലാവർക്കും നന്മ വരട്ടെ. ശുക്രൻ എന്ന് പറയുന്നതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് നല്ല സമയം എന്നുള്ളത്, അറബിയിൽ പറയുമ്പോൾ താങ്ക്സ് എന്ന് പറയും. അപ്പൊ രണ്ടും വളരെ പോസിറ്റീവായിട്ടുള്ള വേർഡാണ്. ഇത്രയും പേര് കണ്ടാൽ മതി ഈ സിനിമ വിജയിക്കാൻ. ഉബേനി അസോസിയേറ്റ് ചെയ്ത എല്ലാ സിനിമയിലും അഭിനയിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. എല്ലാ സിനിമയിലും, ഉബേനി ഡയറക്റ്റ് ചെയ്ത സിനിമയിലും ഞാൻ നല്ലൊരു വേഷം ചെയ്തതാണ്. ആ ഉബേനി ഒരു സംവിധായകൻ എന്ന നിലയിൽ, അതിനപ്പുറം ഒരു സുഹൃത്ത് എന്ന നിലയിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ്. ഈ സിനിമ തുടക്കം മുതൽ എന്നോട് കാര്യങ്ങൾ പറഞ്ഞു. അതിലെനിക്ക് അഭിമാനമുള്ള എൻ്റെ നാട്ടുകാർ, തൊടുപുഴക്കാരാണ് എൻ്റെ പ്രൊഡ്യൂസർമാരെന്ന് പറയുമ്പോൾ എനിക്ക് അഭിമാനമാണ്. വലിയ ഒരു ശുക്രനായി തീരട്ടെ ഈ സിനിമ. ഉബേനി ഒരു കാര്യം കൂടെ പറയുന്നു. ഉബേനി പ്ലീസ്, ഒരു കാര്യം കൂടെ പറയുന്നു. ഞാൻ പറഞ്ഞത് കേട്ടോ എന്ന് എനിക്കറിയില്ല. തൊടുപുഴക്കാരായ എൻ്റെ പ്രൊഡ്യൂസർമാരുടെ അടുത്തേക്കാണ് ഉബേനി എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമ ഏറ്റവും വിജയിപ്പിക്കേണ്ട ഒരു കടമ എനിക്ക് കൂടി ഉള്ളതാണ്. ഉബേനിയുടെ ഫസ്റ്റ് പടമായ റാഹിൽ മകൻ കോരയിലെ റാഹിൽ അമ്മയായിട്ട് അഭിനയിച്ചു. ഒരു ആദ്യമായിട്ടാണ് എൻ്റെ പേര്, ഞാൻ അഭിനയിക്കുന്ന എൻ്റെ ക്യാരക്ടറിൻ്റെ പേരിലേക്ക് അഭിനയിക്കാൻ പറ്റി. ഒരുപാട് എന്താണ് നമ്മുടെ പടത്തിന് നമ്മൾ എന്താണ് പറയുന്നത്? വാ ബിബി, വാ പാടാ, അല്ലെങ്കിൽ അടുത്ത പരാതി പറയാനാ എന്നും വിളിച്ച് എന്നെ വഴക്കുണ്ടാക്കുന്ന ധ്യാനൂട്ടന്റെ കാര്യം പറഞ്ഞുകൊണ്ട്. അപ്പം റാഹേലമ്മയുടെ കോര, പിന്നെ സിനിമയില് കെട്ടിയോളാണ്ട മാലാഖ. എന്നെ സിനിമയിൽ നിന്നും ഒരു നല്ലൊരു അഭിനന്ദനം കിട്ടിയത് ബിബിനാണ്. ഫസ്റ്റ് കെട്ടിയോളാണ്ട മാലാഖ കണ്ടിട്ട് ആദ്യമായിട്ട് എനിക്ക് വരുന്നൊരു കോള്, എൻ്റെ അഭിനയം നല്ലതായിരുന്നു, നല്ലതാണ്, എൻ്റെ വീട്ടിലെ ചേച്ചിയെ പോലെ ഇടക്കത്തെ ചേച്ചിയെ പോലെ വലിയ കുറേ കൂട്ടുകാർ കൂടി വിളിച്ചത്. അതാണ് എനിക്ക് ഏറ്റവും ആദ്യം കിട്ടിയൊരു അംഗീകാരം എൻ്റെ കഴിവിന്. അത് തന്നത് എൻ്റെ ബിബിനാണ്. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ ഗുരുജനങ്ങളുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട അമ്മയുണ്ട്. കുഞ്ഞുനാൾ മുതൽ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളതിലുപരിയായിട്ട് സിനിമയിൽ നായകനാവണം എന്ന് സ്വപ്നം കണ്ട ആളാണ് ഞാൻ. വിനീത് സാറിനോട് നേരിട്ട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ കുഞ്ഞുനാളിൽ ഇങ്ങനെ ഓരോ സിനിമകൾ കാണുമ്പോൾ ഇത് നമ്മൾക്ക് പറ്റിയ പരിപാടിയല്ല എന്ന് ആളുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുമല്ലോ, പല രീതിയിൽ, പല വാക്കിൽ, പല സാഹചര്യങ്ങളിൽ. അപ്പോൾ എപ്പോഴും ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും വിനീത് സാറിന്റെ പടങ്ങൾ കാണുമ്പോ, വിനീത് സാറുണ്ടല്ലോ, അങ്ങനെ ഒരു പ്രതീക്ഷയുടെ പേരായിരുന്നു എനിക്ക് വിനീത് സാർ. ഒന്നിൽ അവസാനിക്കുമെന്ന് വിചാരിച്ചിരുന്ന ഞാൻ തന്നെ ഇത് ഇപ്പൊ എൻ്റെ 10ാമത്തെ സിനിമയാണ്, നായകനാണ്. അതിന് നിങ്ങളോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. അത് ഞാൻ എൻ്റെ ഫ്രം മൈ ഹാർട്ട്, എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയാണ്. ഇനിയും സപ്പോർട്ട് ചെയ്യുക, ഈ സിനിമയും ഞങ്ങളെ അനുഗ്രഹിക്കുക. പിന്നെ ഇതിൻ്റെ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് രാഹുൽ കല്യാണിന്റെ പേരാണ്. എപ്പോഴും ഒരു സിനിമ ഉണ്ടാവുന്നത് ആ തിരക്കഥാകൃത്തിന്റെ മനസ്സിലാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹമാണ് ആ സിനിമ ജനിപ്പിക്കുന്നത്, അതിൽ നിന്നാണ് പിന്നെ ബാക്കി എല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ രാഹുൽ കല്യാൺ ഈ സിനിമയ്ക്ക് വേണ്ടി ഓടിയ ഓട്ടം എന്ന് പറഞ്ഞാൽ അത്രയുണ്ട്. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ സിനിമ അദ്ദേഹം വർക്കൗട്ടാക്കി എടുത്തത്. അതിന് കൂടെ നിന്ന അനുക്കുട്ടനും ഉബേനി ചേട്ടനും പിന്നെ ഞങ്ങളെ പ്രിയപ്പെട്ട എല്ലാ പ്രൊഡ്യൂസേഴ്സിനും എല്ലാവർക്കും വീണ്ടും നന്ദി പറഞ്ഞുകൊള്ളുന്നു. താങ്ക് യു. ഞാൻ റാഹിൽ മകൻ കോര എന്ന് പറയുന്ന സിനിമ ഉബേനിയുടെ കൂടെ, ഉബേനിയെ എനിക്ക് ഗാംബ്ലർ തുടങ്ങി അറിയാവുന്നതാണ്, എൻ്റെ പടത്തിൽ അസോസിയേറ്റ് ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ റാഹിൽ മകൻ കോര വന്നു. എനിക്ക് ഞാൻ ചെയ്യാത്തൊരു ക്യാരക്ടർ, എന്നെ അങ്ങനെ ആരും കാണാത്തൊരു ക്യാരക്ടറിലോട്ട് എന്നെ കൊണ്ടു നിർത്തി. സോ അതൊരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയിൽ തിരിച്ചും ജോയിൻ ചെയ്തു. അപ്പോൾ ഉബേനി ഉണ്ടായിരുന്നു ആ സിനിമയിൽ. അപ്പോൾ ഷീല ചേച്ചി ആണെങ്കിലും ബിബിനാണെങ്കിലും ബിബിനൊക്കെ ആയിട്ട് ഭയങ്കര ചങ്ക് പോലെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റി. സെന്തിലും അതെ, അത് പിന്നെ പറയാം.
അപ്പോൾ തിരിച്ചും അതേ ആൾക്കാരുടെ കൂടെ തിരിച്ചും ഈ സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എടാ നിന്നെ ഒരിക്കല് ഡ്രാക്കുള സുധീർ എന്ന് അറിയപ്പെടുമ്പോൾ ഞാൻ പ്രപ്പോസ് അറിയുന്നു ഞാൻ പറഞ്ഞു. പക്ഷെ ഇന്ന് സാറിന്റെ വാക്കുകൾ ഉണ്ടായി. ഇന്ന് എല്ലാവരും തന്നെ ഇപ്പൊ എല്ലാ പോസ്റ്ററിലും എല്ലാം വരുന്നത് ഡ്രാക്കുള സുധീറിന് അടിച്ചു വരുന്നു. ഏതായാലും ഒത്തിരി സന്തോഷം സാർ. സാറിന് മുമ്പിൽ സംസാരിക്കാൻ തന്നെ വലിയ പേടിയാണ്. ഏതായാലും ഒത്തിരി സന്തോഷം. ഇവിടെ ഒബേനി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നടപ്പിലും ശ്വാസത്തിലും ഒക്കെ സിനിമയാണ്. അദ്ദേഹത്തിന് ഈ സിനിമ ഒരു വൻ വിജയമാക്കി മാറട്ടെ.